السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، وبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുണർത്തുകയാണ്. മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത് ഉദ്ദേശിക്കുന്നത് ഇൽമു ശർഈ, മതപരമായ വിജ്ഞാനം നേടുക എന്നുള്ളത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈമാനും സൽക്കർമ്മങ്ങളുമെല്ലാം സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. സ്വർഗവും അറിവും അഭേദ്യമായ ബന്ധമുണ്ട്. പറഞ്ഞാൽ ഈമാനും അമലു സ്വാലിഹാത്തുകളുമാണ് സ്വർഗത്തിന് നിദാനം. ആ ഈമാനും അമലു സ്വാലിഹാത്തുകളും എന്താണ് എന്ന് അറിയുക എന്നുള്ളതാണ് ഇൽമു ശർഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗവുമായി ബന്ധപ്പെടുത്തി ഇൽമിനെ പറഞ്ഞത് നമുക്കൊക്കെ സുപരിതമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. നമുക്കൊക്കെ സുപരിതമായ ഒരു ഹദീസാണ്. ആരാണോ അറിവ് അന്വേഷിച്ച്, ഇൽമ് അന്വേഷിച്ച് പുറപ്പെടുന്നത്, അവൻ അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ഇൽമിന്റെ വഴിയിലാണെങ്കിൽ അവൻ സ്വർഗത്തിന്റെ വഴിയിലാണ് എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. നമുക്ക് സുപരിചിതമായ ഹദീസാണ്. ഓരോ മുസ്ലിമിന്റെയും മേൽ ഇൽമ് നേടുക, അത് അന്വേഷിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അടിസ്ഥാനപരമായി ഓരോരുത്തരും അറിയേണ്ടതായ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് നിർബന്ധമാണ്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് ആണല്ലോ. അന്നത്തെ ഖുതുബ ഈ പള്ളിയിൽ ശ്രദ്ധിച്ച ആളുകൾക്കറിയാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദമായി വിശദീകരിക്കപ്പെട്ടത്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഫഅലം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ, നിങ്ങൾ ഇൽമുള്ള ആളാവണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണത്? അല്ലാഹുവല്ലാതെ ഇലാഹായി വേറെ ഒരാളുമില്ല എന്ന കാര്യം, ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഇൽമുണ്ടാവണം. ഇത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കാൻ ഏറ്റവും വലിയ സത്യമായ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ഒരു വചനം കാണാം. സൂറത്തു ആൽ ഇംറാനിലെ 18-ാമത്തെ വചനം. അല്ലാഹു പറയുന്നത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായിക വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്
ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഷഹീദ് അല്ലാഹ്, അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, ഹക്കായ നിലക്ക് ആരാധ്യനായി അവനല്ലാതെ മറ്റൊരാളും അർഹതയായിട്ടില്ല എന്നത്, മറ്റൊന്നുമില്ല എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയതാണ്. വൽ മലായികത്തു, മലക്കുകളും അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, അവർക്കതിൽ സംശയമല്ല. വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി, നീതിബോധത്തോടുകൂടി ജീവിക്കുന്ന അറിവുള്ള മനുഷ്യരും ഇത് സത്യപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും പറയാണ് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം, അസീസും ഹക്കീമുമായ അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളില്ല. ഈ ആയത്തിൽ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം സത്യപ്പെടുത്തിയ അള്ളാഹുവും മലക്കുകളും ഇൽമുള്ള മനുഷ്യരും അത് സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിഷയം. രണ്ടാമത്തെ കാര്യം, നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഇവിടെ പ്രയോഗിച്ച പ്രയോഗം നോക്കൂ നിങ്ങൾ. അള്ളാഹുവോടൊപ്പം ചേർത്ത് പറഞ്ഞത് ആരെ? മലക്കുകളെ. അള്ളാഹുവോടും മലക്കുകളോടും ഒപ്പം ചേർത്ത് പറഞ്ഞത് ഇൽമുള്ള ആളുകളെ. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, വഹാദിഹി ഖുസൂസിഹി അളീമത്തുൻ ലിൽ ഉലമാഹി ഫി ഹാദൽ മഖാം. ഈ ഒരു സ്ഥാനത്തേക്ക്, മലക്കുകളുടെ സ്ഥാനത്തേക്ക് അള്ളാഹുവിന്റെ കൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇൽമുള്ള മനുഷ്യരെ കുറിച്ച് പറഞ്ഞത് അവർക്ക് അള്ളാഹു നൽകുന്ന വലിയ സ്ഥാനമാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ സത്യസന്ധമായി മനസ്സിലാക്കിയ ആളുകൾ, യഥാർത്ഥ അറിവ് കിട്ടിയ ആളുകളാണ്, അവർക്ക് വലിയ സ്ഥാനം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് കാണാം എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ്, ഇമാം ദാറുൽ ഹിജ്റ എന്നറിയപ്പെടുന്ന ഇമാം മാലിക്, അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു അസർ കാണാം. മാ അഫ്ളലു മാ യസ്നഉൽ അബ്ദ്, അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏറ്റവും അഫ്ളലായ കാര്യം ഏതാണ്? ഒരാൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠതയുള്ള കാര്യം ഏതാണ്? ഖാല, അദ്ദേഹം മറുപടി പറഞ്ഞു, ത്വലബുൽ ഇൽം, എന്താണ്? ഇൽമ് അന്വേഷിക്കലാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് നമസ്കാരം, ഹജ്ജ്, ഇതുപോലുള്ള കർമ്മങ്ങളൊക്കെ വലിയ പുണ്യമുള്ളതും വലിയ സ്ഥാനമുള്ളതും ഒക്കെയാണ്. പക്ഷെ അതിനൊന്നും പറയാതെ ഇത് പറയാൻ കാരണം എന്ത്? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്താ കാരണം? നമുക്ക് മനസ്സിലുണ്ടോ എന്താ കാരണം? ഹജ്ജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇൽമു വേണം, അടിസ്ഥാനം, അല്ലേ? അതേപോലെ നമ്മൾ ഏത് വിഷയമാണെങ്കിലും അതിനെക്കുറിച്ച് ഇൽമ് ഉള്ള ആൾക്കാണ് അത് ഭംഗിയായി കൃത്യമായി നിർവഹിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിർവഹിക്കുന്ന കർമ്മങ്ങളിൽ, പ്രവർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്താണ്? ശർഈയായ ഇൽമ് നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. യുദ്ധം നമ്മളിപ്പോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ആവേശ ആളുകൾക്ക് അറിയോ? അല്ല, ഫുട്ബോൾ മാച്ച് കാണുന്ന ആ രൂപത്തിലുള്ളത്. നമുക്ക് ബാധിക്കുന്നൊന്നുമില്ല എന്ന് ഓരോരുത്തരും വിചാരിക്കുന്നത്. അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. സൂറത്ത് തൗബയിലെ 122 അല്ലാഹു പറയുന്നത്, മുഅ്മിനുകളായ ആളുകൾ മുഴുവനായിട്ട് യുദ്ധത്തിന് പുറപ്പെടരുത്. ഒരു നാട്ടിൽ നിന്ന് എല്ലാ മുഅ്മിനുകളും യുദ്ധത്തിന് പുറപ്പെടരുത്. എന്നിട്ട് പറയാം, അവർ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിറഖത്തിൻ മിൻഹും ത്വായിഫത്തും ലിയതഫഖഹു ഫിദ്ദീൻ. അവരുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്യട്ടെ? അവർ ദീൻ പഠിക്കാൻ വേണ്ടി മാറി നിൽക്കട്ടെ. പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിക്കുന്ന ജിഹാദും ഫീ സബീലില്ലാഹ്, ഷഹീദിന്റെ കൂലി കിട്ടാൻ കാരണമാകുന്ന അള്ളാഹുവിന്റെ വഴിയിലുള്ള യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ ആളുകളും പോകാതെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞത്? ദീനിൽ അവഗാഹം നേടാൻ വേണ്ടി പരിശ്രമിക്കട്ടെ, കുറച്ച് ആളുകൾ പഠിക്കാനിരിക്കട്ടെ. എന്നിട്ട് പറയാണ്, എന്നിട്ട് അവരെന്തു ചെയ്യണം? വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഊ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. ഈ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന ആളുകൾ, അല്ലെങ്കിൽ യുദ്ധത്തിൽ
യുദ്ധം കാരണം ഇസ്ലാമിലേക്ക് വന്ന പിടിക്കപ്പെട്ട ആളുകൾ ഇവരൊക്കെ ഉണ്ടാവും അല്ലെ? അവർക്കൊക്കെ എന്താണ് ദീൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവരെന്താവട്ടെ, അതിന് റെഡി ആവട്ടെ. പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിലെ മുസ്ലിം സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഇൽമ നേടുന്നതിന്റെ പ്രാധാന്യം ഈ വിഷയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിന്റെ 9-ാമത്തെ വചനം ഇവിടെ അവസാനിപ്പിക്കുന്നത് ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. എന്താ ഖുർആനോട് പറയുന്നത്? നബിയെ പറയുക, അറിവുള്ള മനുഷ്യനും അറിവില്ലാത്തവരും ഒരിക്കലും എന്താവൂല, സമാവൂല. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമാവോ? ഒരിക്കലും ആവൂല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി റഹ്മഹുല്ല വിശദീകരിക്കുന്നത് കാണാം. അല്ലദീന യഅലമൂന ഹുമുൽ ലദീന യൻതഫിഊന ബിഇൽമിഹിം വയഅമലൂന ബിഹി. എന്താണ് അറിവുള്ള ആളുകൾ? അവരുടെ പ്രത്യേകത, അവർ കാര്യം മനസ്സിലാക്കി അവരുടെ ഇൽമ കൊണ്ട് അമൽ ചെയ്യും, അതവർക്ക് ഉപകാരപ്പെടും. എന്ന് പറഞ്ഞാൽ നിസ്കാരം അറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്യും, അറിയാതെ ഒരാൾ ചെയ്യും, ഒരുപോലെയോ? നിങ്ങളിവിടെ ഉണ്ടല്ലേ? നമസ്കാരം അറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്യുന്നതും അറിയാതെ ഒരാൾ ചെയ്യുന്നതും ഒരുപോലെ ആവില്ല. അതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അറിവുള്ള മനുഷ്യർ അത് അറിഞ്ഞുകൊണ്ട് അവർക്ക് ചെയ്യും, അത് അവർക്ക് ഉപകാരം കിട്ടും. എന്നാൽ ഒരാൾക്ക് ഇൽമുണ്ട്, അതുകൊണ്ട് അമൽ ചെയ്യുന്നില്ലെങ്കിലോ, അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫഹുവ ബിമൻസിലത്തി മൻ ലാ യഅലം. അവൻ അറിയാത്ത പോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് അറിഞ്ഞ രൂപത്തിൽ ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് ജാഹിലിനെ പോലെ തന്നെയാണ്. ഏതായിരുന്നാലും അറിവുള്ള മനുഷ്യരും അറിവില്ലാത്തവരും ഒരിക്കലും എന്താവില്ല, സമമാവുകയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുക. അതാണ് ഇതിന്റെ ഏറ്റവും ഷോർട്ടായിട്ട് മനസ്സിലാകാൻ പറ്റാവുന്ന വർത്തമാനം അല്ലെ, അതിന്റെ നിർവചനം. ത്വൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ല മഹാനായ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ തഖ്വയുടെ നിർവചനം, അതിന്റെ ഡെഫിനിഷൻ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളുകളൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. എന്താ അദ്ദേഹം തഖ്വ എന്ന് വിശദീകരിച്ചിരുന്നത്? തഖ്വ എന്ന് പറഞ്ഞാൽ അൻ തഅമൽ ബി തഅത്തില്ലാ, അള്ളാഹുവിന് കീഴ്പ്പെട്ട് അമൽ ചെയ്യലാണ് തഖ്വ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അലാ നൂരിൻ മിനല്ലാഹ്, വെറുതെ എന്തെങ്കിലും ചെയ്യല്ല. അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അമൽ ചെയ്യുന്നതിനാണ് എന്ത് പറയാ? തഖ്വ എന്ന് പറയാ. അതിന് രണ്ടാമത്തെ വഇൻ തജ്തനിബു മഅസിയത്തില്ലാ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ. എങ്ങനെ? അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് വന്നത് കാരണം തഖാഫു ഇഖാബല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. രണ്ടു കാര്യം പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹ് പഠിപ്പിച്ച രൂപത്തിൽ അമൽ ചെയ്യുന്നതിനാണ് തഖ്വ എന്ന് പറയാ. രണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹു പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവനെ ഭയപ്പെട്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഇതാണ് തഖ്വ. മനസ്സിലായല്ലോ അല്ലേ? ഈ കാര്യം മനസ്സിലാവണമെങ്കിൽ, ഇന്നതാണ് തഖ്വയോട് കൂടി ഒരാൾക്ക് ജീവിക്കണമെങ്കിലും അയാൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി എന്ത് വേണം? ഇൽമു വേണം. കാരണം റബ്ബ് ഇന്നതാണ് പറഞ്ഞത് ആ വിഷയത്തിൽ എന്നറിഞ്ഞാലല്ലേ ആ രൂപത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് മനസ്സിലായാലല്ലേ റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇന്ന രൂപത്തിൽ, അങ്ങനെ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂ. അള്ളാഹ് പറഞ്ഞത് കൊണ്ടാണ് മാറി നിൽക്കേണ്ടത്, അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ് നന്മകൾ ചെയ്യേണ്ടത്. അതാണ് തഖ്വ. അങ്ങനെയാണെങ്കിൽ അതിനും എന്ത് വേണം? അറിവ് വേണം. വിശുദ്ധ ഖുർആൻ സൂറത്തു മുജാദലയിൽ 11-ാമത്തെ വചനത്തിൽ നമുക്ക് സുപരിതമായ ഒരു ആയത്തിന്റെ അവസാന ഭാഗം, യർഫഉല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാതിൻ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. ഖുർആൻ പറയുന്നു, ഇൽമുള്ള നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസികളായ ഇൽമുള്ള ആളുകൾക്ക് അല്ലാഹു ധാരാളം പദവികൾ, ഉയർച്ച നൽകും. അവരെ അല്ലാഹു ഉയർത്തിക്കൊണ്ടുവരും. സത്യസന്ധമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇൽമു നേടിയ മനുഷ്യർക്ക് അല്ലാഹു പദവി നൽകും, ഉയർച്ച നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അത് പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാം. മൻ യുരിദില്ലാഹി ബിഹി ഖൈറൻ, ആർക്കാണോ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുള്ളത്, യുഫഖിഹുഹു ഫിദ്ദീൻ, അവന് ദീനിൽ അവഗാഹം നൽകും.
അവന് ഇൽമ് നൽകും പടച്ചവൻ. അവിടെ ഖൈർ എന്നുള്ളതിനെ ഹദീസിന്റെ ശുറാഹിങ്ങൾ വിശദീകരിച്ചത് കാണാം. റഹ്മത്ത് എന്ന വാക്കുകൊണ്ട് വിശദീകരിച്ചാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ലഅനത്തിൽ നിന്ന് തടയും എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കാരുണ്യത്തിലേക്ക് അവൻ ഉൾപ്പെടുത്തും. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് റഹ്മത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. എന്താ? നമുക്ക് ദീനുമായി ബന്ധപ്പെട്ട അറിവിന്റെ ഗ്രാഫ് എവിടെ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ മതി. അത് പരിശോധിച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് ഉയർച്ച ഉണ്ടാകും. അതാ ഖുർആൻ പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇമാം ഖുർത്തുബി റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ഖുർത്തുബി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യം, മദഹല്ലാഹുൽ ഉലമാഹ, അല്ലാഹു മദ്ഹ് ചെയ്യാൻ ആരെ? ഉലമാക്കളെ. ഫി ആദിഹിൽ ആയ, ഈ ആയത്തിൽ. വൽ മഅന അന്നഹു യർഫഉ അല്ലാഹു അല്ലദീന ഊതുൽ ഇൽമ അലൽ ലദീന ആമനു വലം യൂതുൽ ഇൽമ ദറജാത്തിൻ. ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ ഇൽമുള്ള ആളുകൾക്ക് ഇൽമില്ലാത്ത ആളുകളെക്കാൾ എന്തുണ്ട്? പവിത്രയും പദവികളും ഉണ്ട്. ഐ ദറജാത്തിൻ ഫീ ദീനിഹിം ഇദാ ഫഅലു മാ ഉമിറു ബിഹി. അവരുടെ ദീനിൽ അവർ കൽപ്പിക്കപ്പെട്ടത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തുണ്ടാവും? പദവി ഉണ്ടാവും, ഉയർച്ചയുണ്ടാകും എന്ന് ഇമാം നാസിർ സഅദി റഹ്മഹുല്ലാ. ഞാൻ ഈ ഖുർത്തുബി, ഇബ്നു കസീർ, സഅദി എന്നൊക്കെ പറയുന്നത് എന്തിനറിയോ? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, ഇത് ഇടയിലൊന്ന് പറയാണ്, ആയത്തുകൾക്ക് അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആരാണ്? സുമ്മ ഇന്ന അലൈനാ ബയാന. നാമാണ് അതിന് വ്യാഖ്യാനം നൽകിയത്, അല്ലാഹു തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതാണ് അതിന്റെ വിശദീകരണം. ആ വ്യാഖ്യാനം നേർക്കുനേരെ കേട്ടത് പ്രവാചകന്റെ സ്വഹാബികളാണ്. ആ സ്വഹാബത്ത് അത് അടുത്ത തലമുറക്ക് കൈമാറി. അതാണ് ഇങ്ങനെ ഖാല ഇബ്നു മസ്ഊദ്, ഖാല ഇബ്നു അബ്ബാസ്, അങ്ങനെ അവരെന്താണോ ഓരോ ആയത്തിനും വിശദീകരണങ്ങൾ രേഖപ്പെടുത്തിയത് അത് ചേർക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് തഫ്സീറുകൾ. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അതുകൊണ്ട് ഖുർആൻ ഈ വാചകങ്ങൾ ഒരിക്കലും അത് ഏതൊരാൾ പറഞ്ഞു ഒരിക്കലും വിചാരിക്കരുത്. ഇമാം നാസിർ സഅദി ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, വഫി ഹാദിഹിൽ ആയത്തി ഫളീലത്തുൽ ഇൽം. ഈ ആയത്തിൽ ഇൽമിന്റെ ഫളീലത്ത്, പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതിലുണ്ട് വഅന്ന സീനതഹു വസമറതഹു അത്തഅദ്ദുബ് ബിആദാബിഹി വൽ അമലു ബിമുഖ്തലാഹ്. എന്താണത്? ഈമാനിന്റെ ഭംഗിയും അതിന്റെ ഫലവും അതിൽ നിന്നുണ്ടാവേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളും ഈ ആയത്തിലുണ്ട്. അതെന്താ? അത് അത്തഅദ്ദുബ് ബിആദാബിഹി വൽ അമലു ബിമുഖ്തലാഹ്. ഈ ആയത്തിൽ മനുഷ്യർക്ക് ഉയർച്ച ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഈ ഇൽമുള്ളതിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ എന്താവും? മനുഷ്യന്മാരുടെ ഗ്രാഫ് ഉയരും. അവന്റെ സ്വഭാവത്തിലുണ്ടാവും, സംസ്കാരത്തിലുണ്ടാവും, ബാക്കിയുള്ള വിഷയങ്ങളിലും അമലിലും ഈമാനിലും എല്ലാം കാണും. ആ ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷെ അറിവുണ്ടായിട്ടും അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ടതാ, അയാൾക്ക് യഥാർത്ഥത്തിലുള്ള അറിവ്, അയാൾക്ക് ഉപകാരമുള്ള അറിവ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. കാരണം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. തീർച്ചയായും ആ പ്രയോഗം എന്താ അറിയോ? ഇന്നമ എന്നുള്ള വാക്കിന് അറബി ഭാഷയിൽ സാധാരണ ഹസുറിന്റെ സിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവർ മാത്രം എന്നാണ്. ഇന്നമ, അവർ മാത്രമാണ്. അത് പെട്ടെന്ന് മനസ്സിലാവും. ഖുൽ ഇന്നമ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. എന്താ അതിന്റെ അർത്ഥം? നബിയെ പറയുക, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ ദുആ ചെയ്യുള്ളൂ, ഞാൻ അവനിൽ പങ്കു ചേർക്കില്ല. അവിടെ മാത്രം എന്നുള്ളതിന് വാക്ക് ഉപയോഗിച്ചാൽ എന്താ? ഇന്നമ. അതേ വാക്ക് പറയാം, ഇന്നമ യഖ്ഷല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഒരു കൂട്ടർ മാത്രമാണ് മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ. ആരാണത്? അൽ ഉലമ. ഉലമ എന്ന് പറഞ്ഞാൽ വലിയ കെട്ടി വലിയ അങ്ങനൊന്നല്ല, കാര്യം മനസ്സിലായവൻ. റബ്ബിനെ മനസ്സിലായ ഒരാളും മനസ്സിലാക്കാത്ത ഒരാളും അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൽ വ്യത്യാസമുണ്ട്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഭയം നമുക്കില്ലെങ്കിൽ ഒരുപാട് അറിവുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അയാളുടെ മനസ്സിലുണ്ടാവും ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിലൊക്കെ ഉണ്ട്, ഖുർആനിലുണ്ട്, പക്ഷെ അത് അയാൾ ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, അറിവുള്ള ആൾ അള്ളാഹനെ ഭയപ്പെടുമായിരുന്നെങ്കിൽ, ലൗകാന ഫിൽ ഇൽമി മിൻ ദൂനി തുഖാ ശറഫുൻ ലാകിന്ന അശ്റഫുൽ ഖൽഖില്ലാഹി ഇബ്ലീസു. ലോകത്തെ ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരു വ്യക്തിയാണ് ആര്? ഇബ്ലീസ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യരുടെ ചരിത്രവും ബാക്കിയുള്ള കാര്യങ്ങളും മുഴുവൻ ആർക്കറിയുന്നുണ്ട്? ഇബ്ലീസിന് അറിയുന്നുണ്ട്. പക്ഷെ അവന് ആ കാരണം കൊണ്ട് അവന് തഖ്വയുണ്ടായില്ല, തൗഫീഖ് ഉണ്ടായില്ല. അപ്പൊ അറിവ് ഉപകാരമുള്ളതാവണം,
ആ അറിവിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാവണം. എങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അല്ലേ? പലപ്പോഴും എങ്ങനെ അറിയൂ, പല ആളുകളും കാര്യങ്ങൾ അറിഞ്ഞാൽ അത് പ്രവർത്തിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. പക്ഷെ പ്രാവർത്തികമാക്കാൻ പല തടസ്സങ്ങളായിരിക്കും പലപ്പോഴും. അല്ലേ? ചിലപ്പോഴെങ്കിലൊക്കെ എന്താ, അത് പറയുന്നവനല്ലേ, അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവുക. നമുക്കൊരു അറിവിനോടുള്ള ദീനിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ ആകാശത്തിനപ്പുറത്തുനിന്ന് വന്നതാണ്, അല്ലാത്തതൊന്നും ദീനിൽ അറിവല്ല. ദീനിൽ ഇൽമു ശറഈ എന്ന് പറഞ്ഞാൽ എന്താ? ആകാശത്തിനപ്പുറത്ത് വന്നത്. അതേതാ? വഹീ. അതെന്താ ബാക്കിയുള്ളത്? ഇനി ഇപ്പൊ എന്താണുള്ളത് ആകാശത്തിനപ്പുറം? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ഖുർആനും സുന്നത്തും. ആ ഖാല അല്ലാഹു വഖാല റസൂൽ, ആ ഖുർആനും സുന്നത്തും അത് നേർക്ക് നേരെ കേട്ട ആളുകൾ പഠിപ്പിച്ചതും അതാണ് ഖാല സ്വഹാബ. ആ രൂപത്തിൽ ദീനിന്റെ അറിവുകൾ ഇവിടെ നിൽക്കുന്നത്, ആകാശത്തിനപ്പുറത്ത് വന്ന ഒരു കാര്യം പറയുന്നത് ആരാവട്ടെ, ചിലപ്പോൾ നമ്മളെക്കാൾ ഒരുപാട് ചെറിയ ആളായിരിക്കും, ചെറിയ കുട്ടിയായിരിക്കും, ചിലപ്പോൾ പ്രായം കുറെ എത്തിയ ആളായിരിക്കും, അല്ലെങ്കിൽ വേറെ ആ പറഞ്ഞത് ദീനാണെന്ന് മനസ്സിലായാൽ പ്രാവർത്തികമാക്കാൻ അവന് മോനാപ്പ് പറഞ്ഞ് ഞാൻ ഇത്രയും കാലം, അല്ലെങ്കിൽ ഇവരാപ്പ് പറഞ്ഞ് ഇത് എവിടെയായിരുന്നു ഈ കാലം വരെ, അങ്ങനെയൊക്കെ പറയാം. അത് കേൾക്കാനും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കുക എന്നാണ് ഇൽമ് നേടുന്ന അല്ലെങ്കിൽ അതിനോട് ശ്രദ്ധിക്കുന്ന ആളുകളുടെ ഏറ്റവും മിനിമം ഉണ്ടാവേണ്ട ഒരു മാന്യത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഖറജ ഫീ ത്വലബിൽ ഇൽം ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ. ഒരാൾ ഇൽമ് തേടിയിട്ട് പുറത്തിറങ്ങാൻ ഒരു ക്ലാസ്സിൽ പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പോവാണ്, ആ ഇറങ്ങുന്ന വഴിയിൽ അയാൾ ഫീ സബീലില്ലാഹ് ഹത്താ യർജിഅ, അയാൾ മടങ്ങി, അയാളുടെ എവിടെ നിന്നാണ് പുറപ്പെട്ടത് അവിടെ എത്തുന്നത് വരെ, അല്ലെങ്കിൽ ആ പ്രവൃത്തിയിൽ നിന്ന് മടങ്ങി മറ്റൊന്നിലേക്ക് ഏർപ്പെടുന്നത് വരെ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, അള്ളാഹുവിന്റെ വഴിയിലാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ വെള്ളിയാഴ്ച ഒരു യാന്ത്രികമായി പുറപ്പെടുന്ന ഒരു കാര്യമല്ല, സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു വിഷയമല്ല. വളരെ കൃത്യമായ മാനസികമായ തയ്യാറെടുപ്പും പ്രാർത്ഥനയും അടങ്ങാത്ത ആഗ്രഹവും ഒക്കെ നമുക്ക് ഈ വിഷയത്തിൽ വേണം. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്ത ഒരു കാര്യം, വർദ്ധനവ് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഒറ്റ വിഷയമുള്ളൂ. ഏതാ വിഷയം? സൂറത്ത് ത്വാഹയിലെ 114 അവസാനം എന്താ? വഖുൽ റബ്ബി സിദ്നി ഇൽമാ. പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിച്ച് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഇൽമിന് അല്ലാഹു നൽകുന്ന സ്ഥാനമാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി. ആ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വർധനവ് കിട്ടാൻ. എന്തിനാ വർധനവ് കിട്ടേണ്ടത്? ഇൽമിൽ വർധനവ് കിട്ടാൻ പ്രാർത്ഥിക്കണം. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ അദ്ദേഹം ഈ വിഷയത്തിൽ ധാരാളം അദ്ദേഹത്തിൽ നിന്നുള്ള അസറുകൾ, വാചകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് കാണാം, ത്വലബുൽ ഇൽമി അഫ്ളലു മിൻ സ്വലാത്തിൻ നാഫില. സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അറിവ് അന്വേഷിക്കുന്നത്. നാഫിലത്തായ നമസ്കാരം നിസ്കരിക്കുന്ന ശ്രദ്ധിക്കുന്ന കുറെ മനുഷ്യരുണ്ടാവും, പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അറിവ്. നേരത്തെ പറഞ്ഞ ഒരു അസുല നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഈ നമസ്കാരം ശരിയാവണമെങ്കിൽ എന്താ വേണ്ടേ? അറിവ് വേണം, അല്ലേ? ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ തന്നെ മറ്റൊരു വാചകം കാണാം, മൻ ലാ യുഹിബ്ബുൽ ഇൽമ ലാ ഖൈറ ഫീഹി. ഒരാൾക്ക് ഇൽമിനെ ഇഷ്ടമല്ല, ഒരാൾക്ക് ക്ലാസ് അതൊക്കെയാണ് പോട്ടെ, അതൊക്കെ ഊരെ നടത്തിക്കോളും. അങ്ങനെ ഉണ്ടാവും കുറെ മനുഷ്യന്മാര്, ആകെ ഓരോ പണിയാണ്, അത് അവര് നടത്തിക്കോളും, അല്ലെങ്കിൽ നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. ഒരു 50 വർഷമൊക്കെ ജീവിച്ചിട്ട് സുഹൃത്തുക്കളെ, ഈ ഭൂമിയിൽ 50 വർഷമോ 40 വർഷമൊക്കെ ജീവിച്ചിട്ട് സത്യസന്ധമായി ഒരാഗ്രഹമോ ഒരു പരിശ്രമമോ ഇല്ല എങ്കിൽ അത് ഭയങ്കര നട്ടാണ്, ഭയങ്കര നട്ടം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മറ്റെന്ത് നമ്മൾ നേടിയെന്ന് പറഞ്ഞാലും സത്യസന്ധമായ നിഷ്കളങ്കമായ മനസ്സുമായി അള്ളാഹുവിന്റെ ദീൻ പഠിക്കണമെന്ന് വിചാരിച്ചിറങ്ങി പുറപ്പെടുന്ന ഏത് മനുഷ്യനാവട്ടെ അത് കൃത്യമായ അനുഭൂതിയാവും. അത് അള്ളാഹു നൽകുന്ന തൗഫീഖാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയുന്നത്, ലാ മൻ ലാ യുഹിബ്ബുൽ ഇൽമ ലാ ഖൈറ ഫീഹി. ഒരാള് ഇൽമിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇല്ല എങ്കിൽ അവന് ഒരു ഖൈറും അവനിൽ ഇല്ല എന്നതാണ്. ഇനി നോക്കുക, ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും ഖൈറും ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
കാരണങ്ങൾ തേടാൻ പറഞ്ഞു. അതിലൊരു കാരണം എന്താ അറിയൂ? മതവിജ്ഞാനം നേടാൻ ശ്രമിക്കുക എന്നുള്ളത്. എന്റെ അർത്ഥം നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് പോകണമെന്നല്ല. എന്തെല്ലാം സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന നമ്മളെ പീസ് റേഡിയോ ഉണ്ട്. എല്ലാ ഫണ്ടിലും ഇസ്ലാമിന്റെ ഏത് വിഷയത്തിലും. ഒരാൾ ഹൗസ് ഡ്രൈവർ ആണെങ്കിൽ അയാളെ റൂമിലിരുന്ന് അയാൾക്ക് കേൾക്കാം. വേറെ ഏതെങ്കിലും ജോലിയിലാണെങ്കിൽ ഓരോ സമയത്ത് കോഴ്സുകളായിട്ടുണ്ട്, പരീക്ഷ എഴുതാൻ പറ്റും, എല്ലാം ഉണ്ട്. ഒരൊറ്റ ഉദാഹരണം, ഈ സെൻട്രലിന്റെ എത്ര ക്ലാസ്സുകളാണ് നടക്കുന്നത്? ഒരാഴ്ച വെള്ളിയാഴ്ച രാവിലെ തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച വരെ എവിടെങ്കിലും അന്വേഷിച്ച് നോക്കി. നമ്മുടെ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഏത് വിഷയത്തിലുണ്ട്. അഖീദ പഠിപ്പിക്കുന്നുണ്ട്, ഫിഖ്ഹ് പഠിപ്പിക്കുന്നുണ്ട്, ഖുർആനിന്റെ തജ്വീദ് പഠിപ്പിക്കുന്നുണ്ട്, QHLS ഖുർആൻ ഹദീസും അത് ലേണിംഗ് രൂപത്തിൽ പഠിപ്പിക്കുന്ന 2 ക്ലാസ്സുകളുണ്ട്. ഇങ്ങനെ പല രൂപത്തിലുള്ള. വെള്ളിയാഴ്ച ഈ സമയത്തുണ്ട്, മഗ്‌രിബിനുണ്ട്, ഇന്ന് വൈകുന്നേരം ക്ലാസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഹൃദയങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനിവാര്യത, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞ വിഷയമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതുകൂടെ കൊടുത്ത് സൂചിപ്പിക്കാം. ഞാൻ സൂചിപ്പിച്ചത്, പഠിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. രക്ഷപ്പെടാൻ നമുക്ക് പറ്റൂല. രക്ഷപ്പെടാൻ പറ്റൂല. ഇൽമിന്റെ മർത്തബ എന്നുണ്ട് പണ്ഡിതം. ഒരാൾക്ക് എങ്ങനെ ഇൽമ് കിട്ടി എന്ന് പറയാം, ഈമാനിലെത്തി എന്ന് പറയാ. ഒരാൾ ജഹലിൽ നിന്ന് രക്ഷപ്പെടണം. എന്താണ് ജഹൽ? എന്താ? ആ കാര്യം അറിയില്ല. മറ്റൊന്ന് ജഹല് മുറക്കം. ചില ആളുകൾക്ക് ജഹലിൽ തന്നെ ഏറ്റവും ഭീകരമായ അവസ്ഥ ഉണ്ട്. അതെന്താ? ഓപ്പോസിറ്റ് മനസ്സിലാവുക. വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഒരാൾക്ക് മനസ്സിലായത് എന്താ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം. അതിനെന്താ പറയാ? ഖുർആൻ ഓതിയിട്ട് ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാകാൻ പാടില്ലായിരുന്നു എന്ത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്നുള്ളത്. പക്ഷെ ഒരാൾക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ ചര്യകളിൽ നിന്നും മനസ്സിലാകേണ്ടതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാവുക. തന്നെ ജഹ്ലു മുറക്കം. മൂന്നാമതൊന്ന് പണ്ഡിതന്മാരെണ്ണി ലൊന്ന്. ഖുർആൻ വിശദീകരിച്ച കാര്യമുണ്ട്. അതൊക്കെ അവർക്ക് വെറൊരു ലൊന്ന് മാത്രം. ലൊന്ന് എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെയോ കുറെ ധാരണകളുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും തെറ്റായിരിക്കും, കുറച്ച് ശരിയൊക്കെ ഉണ്ടാവും. നാലാമത് പറഞ്ഞു പണ്ഡിതന്മാർ ഫഹം. അതെന്താ? കുറെ ശരി ഉണ്ടാവും, പക്ഷെ കുറെ തെറ്റും കലർന്നിട്ടുണ്ടാവും. അഞ്ചാമത് പറഞ്ഞു ഇൽം. ഇതിന്ന് രക്ഷപ്പെട്ടിട്ട് എന്ത് വേണ്ടത്? ഇൽമു ശറഈ നേടണം. ആ ഇൽമിനെ ജീവിതത്തിൽ അമലാക്കുമ്പോഴാണ് ഈമാൻ. ഈമാനിന് തന്നെയതത്. ഒരാൾക്ക് ഈമാനിന്റെ തുടക്കം ജഹ്ലിൽ നിന്ന്, ജഹ്ല് മുറക്കബിൽ നിന്ന്, വന്നിൽ നിന്ന്, ഫഹമിൽ നിന്ന് രക്ഷപ്പെട്ട് ഇൽമുണ്ടായി. ആ ഇൽമാണ് എന്തായി വരേണ്ടത്? വിശ്വാസമായി വരേണ്ടത്. നമ്മൾ പുറത്തൊരാള് അവിടെ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്, ഒരാൾ ഇവിടെ വന്ന് പറഞ്ഞു, നമ്മൾ കണ്ടിട്ടില്ല, നമ്മളോട് വിശ്വസിക്കുകയാണ്. എന്താ? ആ വന്ന് പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു. ഇതേപോലെ ആകാശത്തിനപ്പുറത്ത് നിന്ന് വന്ന് നമ്മളോട് വഹി അനുസരിച്ച് പറഞ്ഞു തന്ന കാര്യം ബോധ്യപ്പെട്ട് നമ്മൾ വിശ്വസിക്കാൻ. അതിന് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് കൃത്യമായി മനസ്സിലാക്കണം അല്ലേ? ആ ഈമാനിനെ അടുത്ത പദവിയിലേക്ക് എത്തും. അതാണ് യഖീൻ. യഖീൻ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ദുനിയാവിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ബർക്കത്ത് കിട്ടാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ദീൻ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകനിൽ നിന്നുള്ള ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു قال كان اخواني على عهد النبي صلى الله عليه وسلم فكان احدهما ياتي النبي صلى الله عليه وسلم والاخر يحترف فشقى المحترف اخاه الى النبي صلى الله عليه وسلم فقال لعلك ترزق به. പ്രവാചകന്റെ കാലഘട്ടത്തിൽ 2 സഹോദരങ്ങൾ. ഈ സ്വഹാബി പറയാണ്, അതിൽ ഒരാള് നന്നായി അധ്വാനിച്ച് ജോലി ചെയ്ത് അങ്ങനെ ജീവിക്കുന്നു. മറ്റേ ആള് നല്ലൊരു സമയം ഇൽമു പഠിക്കാൻ വേണ്ടി സമയം കളയുന്നു. അപ്പൊ ഈ അധ്വാനിക്കുന്ന ആള്, ജോലി ചെയ്യുന്ന ആള് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എന്ത് ഇവന് കുടുംബം നോക്കുന്നില്ല, പരാതി പറയാണ്. ഇവന് പഠിക്കന്നെ പണി. എന്റെ അർത്ഥം കുടുംബം നോക്കാതെ പഠിക്കണം എന്നല്ലോ. അങ്ങനെ പരാതി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലക തുർസഖു ബിഹി. നിനക്ക് പോലും റിസ്ഖ് കിട്ടുന്നത് എന്തുകൊണ്ടാ? അവനെ കൊണ്ടാണ്. പറയുന്ന അർത്ഥം എന്താ? പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചത് എന്താ അറിയൂ? നമ്മുടെ ജീവിതത്തിൽ റിസ്ഖ് വിശാലമാകാനുള്ള കാരണങ്ങളിൽ ഒന്നാണെന്ത്? ഇൽമ് നേടുക എന്നുള്ളത്. ഇൽമുള്ള മനുഷ്യന്മാർ ചിലപ്പോൾ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല, വലിയ സമ്പത്തൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇൽമ് പലർക്കും തടസ്സമാവുന്നത് അറിയൂ.
അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട അറിവ് അത് പഠിച്ചെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പ്രയാസം സഹിക്കേണ്ടി വരും. കുറച്ചൊക്കെ പ്രയാസം സഹിക്കണം. അത് അള്ളാന്റെ സുന്നത്ത നടപടിക്രമമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഹളുറിന്റെയും ചരിത്രം നമുക്ക് കാണാം. ഹളുർ അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസാ നബിയുടെയും ചരിത്രം സൂറത്ത് അൽ കഹ്ഫിൽ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത സൂറത്ത് ഇങ്ങനെ വായിച്ചു വരുമ്പോ കാണാം. ഫലമ്മ ജാവസ ഖാല ലിഫതാഹു ആതിനാ ഗദാഅന. നമുക്കറിയാം അല്ലേ? എന്താ ആയത്ത് ഇങ്ങനെ വായിച്ചിട്ട് പറയാം, ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെയുള്ള ഒരു അറിവ്, ഇന്ന സ്ഥലത്ത് ഒരു അറിവുള്ള മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യാൻ. ആരാ യാത്ര ചെയ്യണത്? അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളായിരിക്കും. ആര്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതാ നേരത്തെ പറഞ്ഞത്. ചില ആളുകളെങ്കിലും എന്താ പറയുക, കുറെ കാലം ക്ലാസ്സിനൊക്കെ പോയി ഇനി ഇങ്ങനെയൊക്കെ മതി, അങ്ങനെയൊക്കെ വിചാരിക്കുക. അപ്പൊ അദ്ദേഹം ഇന്ന സ്ഥലത്ത് അറിവുണ്ട് എന്ന് പറഞ്ഞപ്പോ പോവാൻ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ഒരാളുണ്ട്, ഒരു യുവാവുണ്ട്. അദ്ദേഹത്തോട് പറയാണ്, എവിടെ നമ്മുടെ ഫുത്തൂർ, രാവിലത്തെ ഭക്ഷണം എവിടെ? ചരിത്രം അവിടെ വിശദമായി നമുക്ക് വായിക്കട്ടോ. സൂറത്ത് കഹ്ഫിൽ അൽ കഹ്ഫിൽ ഉണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത വാചകം എന്താ അറിയോ? നമ്മൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അവിടെ വെച്ചിട്ട് പറയാണ്. എന്താ? ഈ യാത്രയുടെ ക്ഷീണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്, നസബ് ഉണ്ടായിട്ടുണ്ട്. പണ്ഡിതന്മാർ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അറിവ് നേടാൻ പോകുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് കുറച്ച് പ്രയാസം. അത് ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച്. ഇസ്ലാമിക ചരിത്രം നമ്മളിങ്ങനെ വായിക്കുമ്പോ ഒരു ഹദീദിന് വേണ്ടി ദീർഘമായി യാത്ര ചെയ്ത ആളുകളൊക്കെ ഉണ്ട് അല്ലേ? ഇന്നത്തെ രൂപത്തെ എന്താ അറിയോ? ഒരാൾക്കും ഒരു ടെൻഷൻ ഏറ്റെടുക്കാൻ റെഡിയല്ല, ഒരു റിസ്ക്കും ഏറ്റെടുക്കാൻ ഒരാൾ എന്തല്ല റെഡിയല്ല. മക്കള് അത് വാപ്പ നോക്കണ്ടെന്ന് വിചാരിക്കുക. വാപ്പാരായാലോ, ഞാനൊരു 45 വയസ്സൊക്കെ, ഇനി എന്നെ ആര് നോക്കണം? ദുന്യാവിന്റെ കാര്യത്തിൽ തന്നെ എങ്ങനെയാണ്? മക്കൾ നോക്കണ്ടെന്ന് വിചാരിക്കുക. സത്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ അവസാന സമയം വരെ അവൻ ആരോഗ്യമുണ്ടെങ്കിൽ അധ്വാനിക്കേണ്ട ആളാണ് ദുന്യാവിന്റെ കാര്യത്തിൽ തന്നെ. അതിന് വേറെ കാര്യം കൂടി, ഇനി ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ? ഈ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ നമ്മൾ അധ്വാനിക്കുന്നുവെങ്കിൽ അത് പുണ്യം കിട്ടുന്ന കാര്യമാണ്. വലിയ പുണ്യം. നമ്മൾ ജോലി ചെയ്യുന്നുവെങ്കിൽ അതിന് പുണ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. രാവിലെ എഴുന്നേറ്റ് അസ്വസ്ഥമാകേണ്ട ആളുകളല്ല നമ്മള്. രാവിലെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി നമ്മൾ ചെയ്യുന്ന ഈ ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യത്തിന് പോലും എന്ത് കിട്ടുന്നുണ്ട്? നല്ല നെയ്യത്തുള്ള മനുഷ്യർ നമുക്ക് പുണ്യം കിട്ടുന്നുണ്ട്. റെസ്റ്റ് എടുക്കേണ്ട ആൾക്കാരല്ല. നമുക്ക് റെസ്റ്റ് എവിടെയുള്ളത്? പരലോകത്താണുള്ളത് അല്ലേ? അത് പിന്നെ ദീനിന്റെ വിഷയത്തിലാണെങ്കിലോ ഇൽമിന്റെ കാര്യത്തിലാണെങ്കിലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വയസ്സൊരിക്കലും നമുക്ക് തടസ്സാവരുത്, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും തടസ്സാവരുത്. ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത്, കുറഞ്ഞ സമയമെങ്കിലും ദീനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ നമ്മളാണ് മരിച്ചാൽ തൊട്ടടുത്ത നിമിഷം നമ്മൾ അഭിമുഖീകരിക്കേണ്ട ചോദ്യമുണ്ട്. ഏതാ ചോദ്യം? ആരാ നിന്റെ റബ്ബ്? മൻ റബ്ബുക? ആരാണ് നിന്റെ റബ്ബ്? നമ്മൾ സത്യസന്ധമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്? ഇങ്ങനെ കേട്ടിട്ടുണ്ട് കുറെ കാര്യം. റബ്ബിനെ കുറിച്ച് നമുക്ക് എന്താ അറിയാം? അള്ളാഹുവിനെ കുറിച്ച് അവൻ പഠിപ്പിച്ച എന്തൊക്കെ വിഷയങ്ങളുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അടിസ്ഥാനപരമായും നിർബന്ധമായും അറിയേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനെ സ്കൂളിൽ ഏതെങ്കിലും കാണാതെ പരീക്ഷയ്ക്ക് പഠിക്കുന്നില്ല, റബ്ബ് ആരാ ചോദിക്കപ്പോ റബ്ബി അള്ളാഹ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയാൻ കഴിയില്ല. ആ റബ്ബിനെ മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രമേ കഴിയൂ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൽമ് സത്യസന്ധമായി നമുക്ക് നിലനിൽക്കണമെങ്കിൽ, അത് കിട്ടണമെങ്കിൽ, പറഞ്ഞത് മനസ്സിലാവണമെങ്കിൽ, പറഞ്ഞത് കേൾക്കുന്നത് മനസ്സിലാവണമെങ്കിൽ, വായിച്ചത് മനസ്സിലാവണമെങ്കിൽ, ജീവിതത്തിൽ നിൽക്കണമെങ്കിൽ, പലപ്പോഴും നിങ്ങൾക്ക് വളരെ ചെറിയൊരു പ്രാർത്ഥന പോലും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ നന്നായി ബാക്കോട്ട് നമ്മൾ ആലോചിക്കണം. എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ വലിയ ബിസിനസിന്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. അറബി ഭാഷയെ കുറിച്ച് യാതൊരു ധാരണയില്ലാതിട്ടും നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? പക്ഷെ ഒരു പ്രാർത്ഥന പഠിക്കാൻ നമ്മൾ അത് ശ്രമിച്ചിട്ടും കഴിയുന്നില്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. പരിഹരിക്കേണ്ടതായ പ്രശ്നങ്ങൾ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിന്റെ 282 വിശദീകരിക്കുന്നത് കാണാം. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വയുഅല്ലിമുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ഉറങ്ങിയെല്ലാവരും? അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ ഇൽമുള്ളവരാക്കും. ഈ ആയത്തിന്റെ വിശദീകരണം ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവരുന്നത് കാണാം. വഅദുൻ,
ഇവിടെ അള്ളാഹു ഒരു താക്കീത് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കരാർ രൂപത്തിൽ പറയാണ്. മിനല്ലാഹിൽ നിന്നുള്ള എന്താ? അല്ലമഹു. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവൻ അള്ളാഹു എന്താക്കും? ഇൽമു നൽകും, അവന് പഠിപ്പിക്കും. അതാണ് പറഞ്ഞത്. എന്താ? അവന്റെ ഹൃദയത്തിൽ അള്ളാഹു എന്ത് ചെയ്യും? ഒരു വെളിച്ചം കൊടുക്കും. അവൻ എന്ത് കിട്ടിയാലും അവന് മനസ്സിലാവും. ചില ആൾക്കാരുണ്ടല്ലോ, അവൻ പെട്ടെന്ന കാര്യം മനസ്സിലാവും, ഭയങ്കര കെട്ടിക്കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ ചില ആളുകൾക്ക് എന്താവില്ല, മനസ്സിലാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായി ഒരാൾ സൂക്ഷിക്കുന്നവനാണെങ്കിൽ അവന് മനസ്സിലാകും. വളരെ കൃത്യമായി ഹക്കും ബാത്തിലും വേർതിരിച്ച് അള്ളാഹ് അറിയിച്ചു തരും. ഇതിലും വലിയ സമാധാനം എന്താ അല്ലേ? ഈ ഉമ്മത്തിന് അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണത സത്യവും അസത്യവും ഇങ്ങനെ കൂടിക്കലർന്ന് ഏതെടുക്കണം എന്നറിയാത്ത അവസ്ഥ ഉണ്ടാവും. അതിൽ നിന്ന് ബോധ്യപ്പെടും. വെറുതെ പറയുന്നതല്ല. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. ഈമാനുള്ള മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ നിങ്ങൾക്ക് ഫുർഖാൻ നൽകും. വിശദമായി വിശദീകരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവിടെയും ഇവിടെയും പറയാൻ കാരണം, എവിടെ അവസാനിപ്പിക്കണമെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ സംസാരിച്ചാൽ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് ഇൽമ് നേടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. പേഴ്സണലി ആയിട്ട് ഓരോരുത്തർക്കും സ്വാർത്ഥത വേണം. അള്ളാഹിനെ കുറിച്ച് അറിയാൻ, ഖുർആനിനെ കുറിച്ച് പറയാൻ, വേറൊക്കെ ഇന്ന് നമ്മൾ തീർന്നു, ഒരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ ഈമാൻ ശരിയാവണമെങ്കിൽ ഇൽമ് വേണം, അമലുകൾ ശരിയാവണമെങ്കിൽ ഇൽമ് വേണം. അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ ഇൽമ്, അതിന്റെ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തുക. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ, വഹി ഇറങ്ങിയ നാട്ടിൽ ഇവിടെ വരാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത്, ആ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ എന്തോ കാരണം കൊണ്ടൊക്കെ വന്നുവിടാൻ ഭാഗ്യം കിട്ടിയിട്ട് ഈ സംസാരങ്ങളൊക്കെ ഒന്നുകിൽ അനുകൂലമായി പ്രതികൂലമായി നമുക്കൊക്കെ സാക്ഷിയാണ്. അതുകൊണ്ട് അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കണം. ഇവിടെ ഈ സെന്ററുമായി നിങ്ങൾ ബന്ധപ്പെടണം. നിങ്ങളുടെ ഫോണിൽ പീസ് റേഡിയോ ഉണ്ടാവണം, ജമീൽ എന്ന് പറയുന്ന ആപ്പ് ഉണ്ടാവണം, വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ വായിക്കണം. വളരെ കുറഞ്ഞ സമയങ്ങളിൽ അതിന് ഉപയോഗിക്കണം. വെറുതെ നല്ലൊരു ശതമാനം ആളുകളും വെറുതെ സമയം വെറുതെ ഇങ്ങനെ, പ്രത്യേകിച്ച് ഈ മൊബൈലൊക്കെ ഇങ്ങനെ തോണ്ടി എന്തോ ലോകത്ത് നടക്കുന്ന ആകെ പ്രശ്നങ്ങൾ, ആകെ പ്രതിസന്ധികൾ, അവനാന്റെ പ്രതിസന്ധിന് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് സമാധാനം കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ലോകവിവരങ്ങളും ബാക്കിയൊക്കെ അറിയുമ്പോഴും ഏറ്റവും ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സത്യദീൻ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി മരണപ്പെടാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.